നമുക്ക് സുരപത്മാസുരനെ കുറിച്ചൊരു കഥ കേട്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശൂരപത്മന് ധാരാളം മായവിദ്യകൾ അറിയാം. യുദ്ധം കഴിഞ്ഞ് 2 ദിവസമായപ്പോഴേക്കും മനസ്സിലായി സുബ്രഹ്മണ്യസ്വാമിയുടെ ശക്തി എന്താണെന്ന്. മായവിദ്യ ഉപയോഗിച്ച് ഒരു രഥത്തിൽ കയറി ആകാശത്തേക്ക് ഉയർന്നു. സുബ്രഹ്മണ്യസ്വാമി താഴെ നിന്ന് വേല് ശൂരപത്മൻ്റെ നേർക്ക് പ്രയോഗിച്ചു. ശൂരപത്മൻ നേരെ താഴേക്ക് വന്ന് പതിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ശൂരപത്മൻ പിന്മാറാൻ തയ്യാറായില്ല. അടുത്ത മായവിദ്യയായിട്ട് വന്നു. ഒരു വലിയൊരു കുട്ടൻ പക്ഷിയായിട്ട് വന്നു. എന്നിട്ട് എല്ലാവരെയും അദൃശ്യരാക്കി. ഇതെല്ലാം കണ്ട് പാർവതി ദേവി കൈലാസത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് കാണുന്നത് തൻ്റെ കുട്ടിയെ കാണുന്നില്ല എന്ന്. ഉടനെ പാർവതി ദേവിയും ദേവന്മാരും കൂടി കുട്ടിക്ക് വേണ്ടിയിട്ട് വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. മഹാദേവൻ്റെ ഉപദേശപ്രകാരമാണ് ഈ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. ദേവേന്ദ്രൻ ഈ യുദ്ധമൊക്കെ കണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദേവേന്ദ്രൻ ഒരു മയിലിൻ്റെ രൂപത്തിൽ അവിടെ എത്തി. സുബ്രഹ്മണ്യസ്വാമി മയിലിൻ്റെ പുറത്തേറി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ശൂരപത്മൻ വേഗം വലിയൊരു വൃക്ഷമായി മാറി. സുബ്രഹ്മണ്യസ്വാമിയും താഴെ എത്തി ആ വേലെടുത്ത് ആഞ്ഞ് ഈ വൃക്ഷത്തെ തകർക്കാൻ തുടങ്ങി. ശൂരപത്മൻ അവിടെ മരം പിളർന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ചെയ്ത പാപങ്ങൾക്കും ചെയ്ത തെറ്റുകൾക്കുമൊക്കെ ശൂരപത്മൻ മാപ്പ് ചോദിക്കുകയാണ്. മാപ്പ് ചോദിച്ചതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമി പറയാണ്, നീ ഇനി മുതൽ കോഴിയുടെ രൂപത്തിൽ എൻ്റെ കൊടിയുടെ അടയാളമായിട്ട് ഇരിക്കുക. മയിൽ സഹായത്തിന് വന്നതുകൊണ്ട് ഭഗവാൻ മയിലിനെ സ്വാമിയുടെ വാഹനമായി സ്വീകരിച്ചു. യുദ്ധം നടന്ന ശൂരപത്മാസുരനെ വധിക്കുന്നത് തുലാം മാസത്തിലെ ഷഷ്ഠി നാളിലാണ്. ഉച്ച സമയത്താണ് വധിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എല്ലാവരും സന്തോഷരായി.